പത്തനംതിട്ട സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നയന ആദർശിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അവൻ നല്ലവനാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് സ്വന്തം വീട്ടിൽ വരാതെ അവിടെ ഇവിടെയൊക്കെ പോയി നിൽക്കുന്നത്? പക്ക ഫ്രോഡാണ് അവൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടണ്ട എന്നും പോലീസിന്റെ അടുത്ത് പറയണ്ട. എല്ലാം തൊലച്ചു കളഞ്ഞു എന്നുള്ള കാര്യം പറയുമ്പോൾ എങ്ങനെയെന്ന് ചോദിക്കാൻ കേട്ടോ ആദർശ്. ഇപ്പൊ പോലീസിന്റെ അടുത്ത് പറഞ്ഞിട്ട് എന്താ സംഭവിച്ചെന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് നയന സംഭവിച്ചു, എല്ലാം തൊലച്ചു കളഞ്ഞു. ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ ഈ കാര്യം ഇവിടെ എല്ലാവരോടും പറയുന്ന സമയത്ത് ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ ഇവിടെ എല്ലാവരും വിശ്വസിക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. എന്നാൽ ഇതുവരെ നിങ്ങൾ ഈ വീട്ടിൽ ആരെടുത്തും ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞതേയില്ല. എന്താ പറയാത്തത്? അറ്റ്ലീസ്റ്റ് അബിയുടെ അടുത്തെങ്കിലും പറയണ്ടേ? നിങ്ങളൊരു കാര്യം മറച്ചു കഴിഞ്ഞാൽ അത് തെറ്റല്ല. ഞാൻ ഒരു ഭീഷണിയുടെ പുറത്ത് ഈ കാര്യം മറച്ചതിൻ്റെ പേരിൽ ഒരു ലോകമഹായുദ്ധം നടന്നതുപോലെയല്ലേ? ഇത് കേട്ട ആദർശ് പറയുന്നത്, ഇത് നോക്ക്, നീ മറച്ചതും ഞാൻ ഈ വിഷയം പറയാത്തതും ഒന്നല്ല. ഈ കാര്യം വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താകും സിറ്റുവേഷൻ എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. ഈ കാരണത്താല് മുത്തശ്ശിനെ മനസ്സ് വേദനിക്കും. അതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ വേണ്ടി പാടില്ല. ഈ കാരണത്താല് നോക്ക് ആദർശേട്ടാ, എനിക്കും മുത്തശ്ശിനെ കുറിച്ച് ചിന്തയുണ്ട് എന്ന് കരുതിയിട്ട് നിങ്ങളെ പോലെ പേടിയല്ല ഉള്ളത്. എപ്പോഴും മുത്തശ്ശിന് എന്തെങ്കിലും സംഭവിക്കും എന്ന് വിചാരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും മുത്തശ്ശിനിൽ നിന്ന് മറച്ചിട്ട് ഇപ്പോൾ ഒരു തെറ്റായ വിശ്വാസമാണ് ഇപ്പോൾ മുത്തശ്ശിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമായിട്ട് നടന്ന് മുത്തശ്ശൻ ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെന്തോരം തകർന്നു പോകും. അപ്പോൾ മുത്തശ്ശിന്റെ ആരോഗ്യനിലയെയും അത് മോശമായിട്ട് തന്നെ ബാധിക്കില്ലേ? ഇങ്ങനെ മുത്തശ്ശിനെ രക്ഷിക്കണമെന്ന് കരുതിയിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ചിന്തിച്ച് മുത്തശ്ശിനെ രക്ഷിക്കണമെന്ന് കരുതിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ മുത്തശ്ശിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിട്ട് മാറും. എൻ്റെ ചേച്ചി ആ വീഡിയോ കണ്ടിട്ട് സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാൻ പോയി. എന്നാൽ നിങ്ങൾ അതിനെയും നാടകം എന്നാണ് പറയുക. എന്നാൽ ആദർശേട്ടൻ്റെ കണ്ണില് ജീവിക്കാൻ വേണ്ടിയിട്ട് തെറ്റ് ചെയ്യുന്നവരെ അല്ല, തെറ്റ് ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരെയാണ് ആദർശേട്ടൻ വലിയ ആൾക്കാരായിട്ട് കാണുന്നത്. അങ്ങനെയല്ലേ? ആ നിർമ്മലിനെ എങ്ങനെ പിടിക്കണം എന്നുള്ള കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ഇനി ഇതിനു വേണ്ടിയിട്ട് ആദർശേട്ടൻ ഒന്നും ചെയ്യണ്ട, വിട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് നയന അവിടുന്ന് പോവാണ്. തുടർന്ന് നേരെ നയന ചെല്ലുന്നത് നവ്യയുടെ റൂമിലേക്കാണ് കേട്ടോ. ചേച്ചി എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ നയന ആ നിർമ്മല എന്ന് പറഞ്ഞൊക്കെ തുടങ്ങുമ്പോഴേക്കും ചേച്ചി അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം, വാ നമുക്ക് പോകാം. എങ്ങോട്ട് എന്നുള്ള കാര്യം നവ്യ ചോദിക്കുമ്പോൾ ഇനിയും ലേറ്റ് ആവരുത്. ആ നിർമ്മലിന്റെ വിഷയങ്ങള് നമ്മൾ വിചാരിച്ച പോലെയൊന്നും അല്ല പോകുന്നത്. എന്ത് പറ്റിയെന്ന് നവ്യ ഭയങ്കര ടെൻഷനോട് കൂടി ചോദിക്കുമ്പോൾ എന്തിനാ ചേച്ചി ടെൻഷൻ ആവുന്നത്? ആദർശേട്ടൻ അവനെ കുറിച്ചിട്ട് പോലീസിന്റെ അടുത്ത് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞു. എന്നാൽ അവനാണെന്നുണ്ടെങ്കിൽ അവന്റെ റൂമിലേക്കോ വീട്ടിലേക്കോ വരുന്നില്ല. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് പുറത്തു പോവേണ്ടത്. വാ ചേച്ചി പോവാ എന്ന് പറയുമ്പോൾ എന്താ നയനെ നീ പറയുന്നത്? ഈ വിഷയം ആദർശിനെ അറിയുമെന്നുള്ള കാര്യം ചോദിക്കാണ് കേട്ടോ. ഇത് കേട്ടുകൊണ്ട് ആദർശ് വന്നിട്ട് അവിടെ നിൽക്കുന്നുണ്ട്, മറഞ്ഞു നിന്നിട്ട്. ഇത് നമ്മൾ വീട്ടിൽ ആരോടും പറയാതെ മറച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാനെല്ലാം ആദർശേട്ടനോട് പറഞ്ഞത്. വീട്ടിലുള്ളവരോട് പറയുന്നതും പറയാത്തതൊക്കെ ആദർശേട്ടൻ്റെ ഇഷ്ടം. ശരി വാ എഴുച്ചി നമുക്ക് പോവാന്നുള്ള കാര്യം പറയുമ്പോൾ ഇപ്പൊ നമ്മൾ എവിടെ പോകുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നയന ആ നിർമ്മലിനെ കാണാൻ വേണ്ടിയിട്ട്. എന്താ നയന പറയുന്നത്? നീയല്ലേ ഇപ്പൊ പറഞ്ഞത് അവൻ റൂമിലേക്ക് വരുന്നില്ല, മറ്റെവിടേക്കോ കറങ്ങി നടക്കുവാണ് എന്നുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ അവനെ കാണുക? അതിനെല്ലാം ഒരു സോഴ്സ് ഉണ്ട്, വാ ചേച്ചി നമുക്ക് പോവാം. അങ്ങനെ രണ്ടുപേരും കൂടി അവിടുന്ന് ഇറങ്ങിപ്പോവാണ്. ഇറങ്ങിപ്പോകുമ്പോൾ ആദർശ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഈ നയനക്ക് എത്ര പറഞ്ഞു കഴിഞ്ഞാലും മനസ്സിലാവില്ലല്ലോ. ഞാൻ അത്രയും പറഞ്ഞത് അവൾ കേൾക്കാതെ ഇപ്പോൾ നവ്യയും കൂട്ടിയിട്ട് നിർമ്മലിനെ കാണാൻ വേണ്ടി പോവാണ്. ഇല്ലാത്ത കാര്യങ്ങളെടുത്ത് തലയിൽ വെച്ചിട്ട് ഈ കുടുംബത്തിന് കെട്ട പേരുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവൾ നടക്കുന്നതെന്നാ തോന്നുന്നത്. വേറെ വഴിയില്ല. എന്തായാലും ഇൻസ്പെക്ടർക്ക് ഇവരുടെ പുറകെ പോകുന്നത് എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തന്നെ ഇവരുടെ പുറകെ പോവാന്ന് തീരുമാനിക്കുകയാണ് കേട്ടോ ആദർശ്. ഇങ്ങനെ തന്നെ പോയി കഴിഞ്ഞാൽ അവൾ എന്നെ കൈയോടെ പോക്കും. അതുകൊണ്ട് വേറെ രീതിയിൽ പോകാമെന്ന് തീരുമാനിക്കുകയാണ് കേട്ടോ ആദർശ്. തുടർന്ന് കാണിക്കുന്നത് കനകയും ഗോവിന്ദനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വേറെ ആരെ കുറിച്ചിട്ടല്ല, നന്ദുവിനെ കുറിച്ചിട്ടാണ്. ഓടിച്ചാടി നടന്ന അവള് ഇപ്പോൾ ഒരു മൂലയിലിരിക്കുന്ന കണ്ടിട്ട് സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല. എന്നാലും മനസ്സിനകത്ത് അവൾ കാരണം ഒരു പ്രശ്നം ഉണ്ടാവാതെ അനിയുടെ കല്യാണം നടക്കണമെന്നുണ്ടെന്നുള്ള കാര്യം പറയാണ് കേട്ടോ. എന്ത് ചെയ്യാനാ, ഒരമ്മ എന്നുള്ള രീതിയിൽ നിന്റെ വേദന എനിക്ക് മനസ്സിലാവുന്ന ഗോവിന്ദൻ പറയാണ്. പക്ഷേ ഒരു കാരണവശാലും നമ്മളുടെ മോളുടെ കൂടെ നിൽക്കരുത്, അനിയുടെ വിവാഹം നല്ല രീതിയിൽ നടക്കണം എന്നൊക്കെ സംസാരിക്കുന്ന സമയത്താണ് കേട്ടോ കനകയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്.
അൺനോൺ നമ്പർ ആണെന്ന് പറഞ്ഞിട്ടാണ് എടുക്കുന്നത്. ആരെ സംസാരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അനാമികയാണെന്നുള്ള കാര്യം പറയാണ് കേട്ടോ. എന്താ മോളെ വിളിച്ചതെന്നുള്ള കാര്യം ചോദിക്കുകയാണ് കനക. ആൻറ്റി, ഞാൻ അനിയുടെ കയ്യിൽ നിന്ന് നമ്പർ മേടിച്ചിട്ടാണ് വിളിക്കുന്നത്. ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ഇൻവിറ്റേഷൻ കാർഡ് സെലക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആഹാ, നല്ല കാര്യമാണല്ലോ, പോയിട്ട് സെലക്ട് ചെയ്യേ, ഞാൻ വെച്ചോട്ടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആൻറ്റി വെക്കല്ലേ, കൂടെ നന്ദു കൂടി വന്നു കഴിഞ്ഞാൽ നന്നായിരിക്കുമെന്ന് അനി പറഞ്ഞു. പക്ഷേ നന്ദു കൂടെ വന്നു കഴിഞ്ഞാൽ നന്ദുവിന് ഇഷ്ടപ്പെട്ട കാർഡായിരിക്കും അനി സെലക്ട് ചെയ്യുന്നത്. എനിക്ക് എൻ്റെ വിവാഹത്തിന് ഞാൻ ഇഷ്ടപ്പെടുന്ന കാർഡ് സെലക്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കല്യാണം എന്ന് പറയുന്നത് ഒരേ തവണ മാത്രമല്ലേ ആവുള്ളൂ, അതുകൊണ്ടാണെന്നൊക്കെ പറയുമ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കാണ് കേട്ടോ കനക. കല്യാണം ഇൻവിറ്റേഷൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നന്ദുവിനെ വിളിക്കുന്ന സമയത്ത് എന്തെങ്കിലും കഴിവ് പറഞ്ഞിട്ട് നന്ദു വരുന്നത് തടയണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയാണ് കേട്ടോ. പക്ഷേ ഒരു കാര്യം, ഞാൻ വിളിച്ചത് ഒരിക്കലും അനിയോ നന്ദുവോ അറിയരുതെന്ന് പ്രത്യേകമായിട്ട് പറയാണ് കേട്ടോ. അവരുടെ മനസ്സ് വിഷമിക്കും, അതുകൊണ്ടാണ്. എനിക്ക് മനസ്സിലായി മോളെ നിന്റെ വിഷമം. എന്തായാലും നീ മനസ്സ് തുറന്ന് പറഞ്ഞതുകൊണ്ട് നന്നായി. ഞാൻ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ നന്ദു ഈ കാര്യത്തിന് വരില്ല, അത് ഞാൻ തരുന്ന ഉറപ്പാണെന്ന് പറയാണ്. ശരി ആൻറ്റി എന്ന് പറഞ്ഞിട്ട് വെക്കുകയാണ് കേട്ടോ അനാമിക. ഫോൺ വെച്ചതിന് ശേഷം കനക ഗോവിന്ദൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇപ്പോഴേ നന്ദുവിൻ്റെ മനസ്സ് ആകെ ഉടഞ്ഞു പോയ അവസ്ഥയിലാണ്. ഇതെല്ലാം അറിഞ്ഞിട്ട് എന്തെങ്കിലും നന്ദുവിന് പ്രശ്നമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നവ്യയെയും നയനയെയും ഒരുപോലെ ബാധിക്കുമല്ലോ. അത് കഴിഞ്ഞ് കനക പറയുന്നത്, ഗോവിന്ദേട്ട ഞാനൊരു കാര്യം പറയട്ടെ, ഈ കല്യാണം കഴിയുന്നത് വരെ ഞാൻ അവിടെ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് വരാം എന്നുള്ള കാര്യം പറയുമ്പോൾ നീ ഇവിടെ നിൽക്കാതെ അവിടെ പോയി നിന്നിട്ട് എന്താ കാര്യം എന്നുള്ള കാര്യം ചോദിക്കുകയാണ് കേട്ടോ. നന്ദു ഇവിടെയാണല്ലോ ഉള്ളത്, നിങ്ങൾ അവളെ നല്ലപോലെ നോക്കിയാൽ മതി. ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടെ എന്തെല്ലാം നടക്കുന്നുള്ള കാര്യം എനിക്ക് കൂടെ നിന്ന് അറിയാൻ വേണ്ടി പറ്റുമല്ലോ. അനിയെ ഒരു കാരണവശാലും ഫോൺ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. കല്യാണം കഴിയുന്നത് വരെ ഞാൻ അവിടെ നിന്ന് എല്ലാം ശരിയാകും. അവിടെയുള്ള ആൾക്കാർക്കൊക്കെ നീ അവിടെ നിൽക്കുന്നത് ഇഷ്ടപ്പെടില്ല, പിന്നെ അങ്ങ് അവിടെ പോയി നിൽക്കുന്നതിൽ എന്താ അർത്ഥം എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ, എല്ലാം ശരിയാകും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാലും അതൊന്നും എനിക്ക് പുതുമയായിട്ട് തോന്നില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ നീ ഒരുപാട് മാറിപ്പോയി കനകെ. എന്തായാലും നിന്നെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ശരി, അതൊക്കെ വിട്ടേക്ക്, എല്ലാം ദൈവം നോക്കിക്കോളും. നീ ഇവിടെ ഇരുന്നിട്ട് എല്ലാത്തെ കുറിച്ചിട്ട് ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനേക്കാൾ നല്ലത് കല്യാണം നടക്കുന്ന അവിടെ നിൽക്കുന്നതാണ്. തുടർന്ന് കാണിക്കുന്നത് നയനയും നവ്യയും കൂടി ചേർന്നിട്ട് ഓട്ടോയിൽ വന്നിട്ട് ഒരു ജ്യൂസ് കടേൻ്റെ മുമ്പിൽ ഇറങ്ങുകയാണ് കേട്ടോ. ഇവിടെ തന്നെയാണെന്നാണല്ലോ പറഞ്ഞത്. എത്രയോ ഓട്ടോക്കാരെ എന്നുള്ള കാര്യം ചോദിച്ചിട്ട് പണമൊക്കെ കൊടുത്തിട്ട് ഓട്ടോക്കാരനെ പറഞ്ഞു വിടുന്നുണ്ട്. പുറകെ തന്നെ ആദർശമുണ്ട് കേട്ടോ. ഇവരെ നോക്കിയിട്ട് ഇവരെന്താ ഇവിടെ നിൽക്കുന്നത്, നിർമ്മലിനെ കാണാൻ വേണ്ടി വന്നതാ എന്ന് പറഞ്ഞിട്ട് അവൻ അവൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് ഉള്ളതെന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അവൻ ഇവിടെ വരാതിരിക്കില്ല, അവനെ കയ്യോടെ പിടിക്കണം. ഇത് ആദർശ് കേൾക്കുന്നുണ്ട് കേട്ടോ. എടി പാവി, പോലീസിന് പോലും അറിയില്ല അവൻ എവിടെയുള്ളതെന്നുള്ള കാര്യം, പക്ഷെ ഇവളെങ്ങനെ അത് കണ്ടുപിടിച്ചു. തുടർന്ന് നവ്യ ചോദിക്കുന്നുണ്ട് കേട്ടോ നയനയുടെ അടുത്ത്, എങ്ങനെയാണ് നിനക്ക് നിർമ്മൽ ഇവിടെ ഉള്ള കാര്യം അറിയുന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ പച്ചക്കറി വിൽക്കാൻ വേണ്ടി വരുന്നൊരു ചേച്ചിയില്ലേ, ആ ചേച്ചി വഴിയാണ് ഞാൻ അറിഞ്ഞതെന്ന് പറയാണ് കേട്ടോ. ആ ചേച്ചിയുടെ അടുത്ത് ഈ സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തപ്പം അവിടെ ആരാണ് ചേച്ചി പച്ചക്കറിയൊക്കെ വിൽക്കാൻ വേണ്ടി പോകുന്നതെന്നുള്ള കാര്യം ചോദിച്ചു. അവരെ എനിക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് അവിടെ പുതിയതായിട്ട് ജിം ആരംഭിച്ച ആരെങ്കിലും ചേച്ചിക്ക് അറിയുമെന്ന് ചോദിച്ചിട്ട് അവർ വഴി ഞാൻ അറിഞ്ഞു എന്നുള്ള കാര്യം പറയാണ് കേട്ടോ. എൻ്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെ ആ ചേച്ചി മറ്റേ ആ ഭാഗത്ത് ചീര വിൽക്കുന്ന അവരെ വിളിച്ചും കൊണ്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. ഇത് ആദർശ് കേൾക്കുമ്പോൾ ഇവളാള് കൊള്ളാലോ, വീട്ടില് ചീര വെക്കാൻ വേണ്ടി വരുന്ന ആ ചേച്ചിയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയല്ലോ എന്ന് ആദർശ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ശരി വാ ചേച്ചി, നമുക്ക് ഈ കടയിൽ വെയിറ്റ് ചെയ്യാന്നുള്ള കാര്യം പറയുമ്പോൾ ആദർശും അവരിയ്ക്കുന്നതിന്റെ 2 സീറ്റ് അപ്പുറത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഉള്ളിൽ കയറി ഇരുന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ആ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചപ്പം ജിമ്മ് തുടങ്ങുക എന്നുള്ള പേരിൽ അവന്റെ വീട് വിട്ടിട്ട് ഈ സ്ഥലത്ത് അവൻ ഫ്രണ്ടിന്റെ വീട്ടിലാണ് നിൽക്കുന്നതെന്നുള്ള കാര്യം പറഞ്ഞു. അതിൻ്റെ അടുത്തായിട്ട് ഒരു ജ്യൂസ് കട ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ ജ്യൂസ് കടയുടെ പേര് കിട്ടി. ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്തിട്ട് ഇതാണെന്ന് മനസ്സിലാക്കി, അതാണ് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നെന്നുള്ള കാര്യം പറയുമ്പോൾ ഓ നയനെ നീ അപാര ബുദ്ധിശാലി തന്നെയെന്ന് പറയാണേ. ഇതെല്ലാം ആദർശ് സൈഡിലിരുന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നത് ഇവള് വല്ലാത്ത ആള് തന്നെയാണ്, ഇവളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ചേച്ചി, ഇത്രയും തെറ്റുകൾ ചെയ്യുന്ന അവന് എന്തോരം ബുദ്ധിയുണ്ടെന്നുള്ള കാര്യം മനസ്സിലായില്ലേ? അപ്പോൾ തെറ്റൊന്നും ചെയ്യാത്ത നമ്മളുടെ കയ്യിൽ എന്തോരം ബുദ്ധി ഇരിക്കണം എന്നുള്ള കാര്യം ചേച്ചി ഒന്ന് ചിന്തിച്ചു നോക്ക്. ചേച്ചി ഒന്നുകൊണ്ട് ഭയപ്പെടണ്ട, നമുക്കെല്ലാം നോക്കാം. ആദർശ് സിംഗിന്റെ വേഷത്തിലാണ് കേട്ടോ വരുന്നത്. ഹലോ സിംഗ് സാർ എന്ന് പറഞ്ഞും കണ്ട് വെയിറ്റർ ഓർഡർ എടുക്കാൻ വേണ്ടി വരികയാണ്. അതായത് സിംഗ് എന്നുള്ള കാര്യം ആദർശ് ചോദിക്കുമ്പോൾ നിങ്ങളെയാണ് സാർ വിളിച്ചതെന്നുള്ള കാര്യം പറയാം. ആ അതെ അതെ, ഞാൻ തന്നെയാണ് സിംഗ്.
ഒരു പൈനാപ്പിൾ ജ്യൂസ് കൊണ്ടുവരാൻ വേണ്ടി പറയാണ് കേട്ടോ. തുടർന്ന് നയനയ്ക്കും അതുപോലെ നവ്യയ്ക്കും ജ്യൂസ് കൊണ്ടുവയ്ക്കുന്നുണ്ട്. ആദർശിനും ജ്യൂസ് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് നവ്യ ചോദിക്കുന്നുണ്ട് നയനയുടെ അടുത്ത്, എന്താ നോക്കുന്നത് എന്നുള്ള കാര്യം. ഒന്നുമില്ല, ഞാനിങ്ങനെ നോക്കുവാണ് നിർമ്മൽ ഈ വഴി എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. പക്ഷെ ആദർശ് മനസ്സിൽ വിചാരിക്കുന്നത് നയന വലിയ ബുദ്ധിശാലിയാണെന്ന വിചാരം. പക്ഷെ നിന്നേക്കാൾ ബുദ്ധിശാലിയാണ് ഞാന്. നിന്റെ തൊട്ടടുത്ത് ഞാൻ വേഷം മാറി ഇരുന്നിട്ട് നിനക്ക് എന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി കഴിഞ്ഞില്ലല്ലോ നയന എന്നൊക്കെ പറയണേ. അപ്പൊ ആദർശിന്റെ ഫോൺ വിലടിയുന്നുണ്ട്. ആദർശിന്റെ ഫോണിന്റെ റിംഗ് ടോൺ കേട്ടിട്ട് നയനയ്ക്ക് മനസ്സിലാവാണ് ഇത് ആദർശേട്ടന്റെ ഫോണിന്റെ റിംഗ് ടോൺ ആണല്ലോ. അങ്ങനെ നയനയ്ക്കത് ആദർശാണെന്നുള്ള കാര്യം മനസ്സിലാവാണ് കേട്ടോ. പക്ഷെ അത് നടിക്കുന്നൊന്നുമില്ല. തുടർന്ന് നവ്യ പറയുന്നുണ്ട്, നയനെ നമ്മുടെ അടുത്തൊരു സിംഗ് ഇരിക്കുന്നത് കാണുന്നില്ലേ? അതെ, എന്താ ചേച്ചി? അയാൾ നമ്മളെ തന്നെ ഫോളോ ചെയ്യാണ്, നമ്മളെ തന്നെ നോക്കുന്നുണ്ട്. നമ്മൾ പുറത്തു നിന്ന് സംസാരിച്ചപ്പോൾ നമ്മുടെ അവിടെ നിന്നുകൊണ്ട് നോക്കുന്നുണ്ടായിരുന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ നമ്മൾ തെറ്റായിട്ട് കാണുകയാണെങ്കിൽ എല്ലാം നമുക്ക് തെറ്റായിട്ട് തോന്നുള്ളൂ എന്നുള്ള കാര്യം പറയുന്നുണ്ട് നയന. എന്ത് ചെയ്യണം നയന, എനിക്ക് കാണുന്നൊക്കെ അങ്ങനെ തോന്നുന്നുള്ള കാര്യം പറയാണ്. എൻ്റെ ജീവിതത്തിൽ അങ്ങനത്തെ കാര്യങ്ങളാണല്ലോ നടന്നത്. അതിനൊക്കെ കാരണം ആരാ? ചേച്ചി തന്നെ. ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ടും ചേച്ചി മറച്ചു വെച്ചു. അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്തായാലും നടന്നത് നടന്നു. ഇപ്പൊ ചേച്ചി തെറ്റൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. അതല്ല നയന, ഞാന് പോലീസിനെ വിളിക്കും എന്ന് പറഞ്ഞപ്പോഴാണല്ലോ അവൻ വൃത്തികെട്ട വീഡിയോ അയച്ചത്. ഇനിയിപ്പോൾ ഞാൻ അവനെ തേടി വന്നു എന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇനി സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടാലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ചേച്ചി എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഓർത്ത് ടെൻഷൻ അടിക്കുന്നത്? അവൻ സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യുന്ന കഴിഞ്ഞാലും അതിൽ ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതുവഴി ഇത് തെറ്റായ വീഡിയോ ആണെന്ന് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ ഇത് ഉടനെ തന്നെ റിമൂവ് ചെയ്യും. എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല നയനെ, പക്ഷെ നീ പറഞ്ഞത് കൊണ്ട് അതെല്ലാം ശരിയാണെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. തുടർന്ന് വീണ്ടും നവ്യ ആ സിംഗിന്റെ വേഷത്തിൽ നിൽക്കുന്ന ആള് ശ്രദ്ധിക്കുന്നതായിട്ട് നയനയുടെ അടുത്ത് പറയാണ്. അപ്പോഴേക്കും നയനയ്ക്ക് കാര്യം മനസ്സിലാവാണ്. ഇനിയിപ്പോൾ ഒരു പക്ഷെ അത് നിർമ്മല മറ്റോ ആയിരിക്കും വേഷം മാറിയിട്ടെന്നുള്ള കാര്യം പറയുമ്പോൾ ചേച്ചി അതൊന്നും ആയിരിക്കില്ല, അതിനെക്കുറിച്ചൊന്നും ഓർച്ചിട്ട് ടെൻഷൻ ആവണ്ട എന്ന് പറയാണ് കേട്ടോ. എനിക്കെന്തോ പേടിയാവുന്നുണ്ട് നയനെ, നമ്മൾ വന്നിട്ട് കുറേ നേരമായില്ലേ, നമ്മൾ അന്വേഷിക്കുന്നുണ്ടാവോ വീട്ടില്? അത് കഴിഞ്ഞ് ഒരു മിനിറ്റ് ചേച്ചി എന്ന് പറഞ്ഞിട്ട് അവിടെ കടക്കാരൻ്റെ അടുത്തിട്ട് ചോദിക്കുകയാണ് കേട്ടോ, നിർമ്മല എന്ന് പറയുന്ന ആളെ അറിയുന്നു? ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നതല്ലേ, പേരൊന്നും ആരും അറിയില്ല, ഒരുപക്ഷെ കണ്ടാൽ അറിയാൻ വേണ്ടി പറ്റുമെന്ന് പറയുമ്പോൾ ചെന്നിട്ട് ഫോട്ടോ കാണിച്ചു കൊടുക്കാൻ കേട്ടോ. അത് ഇയാളെ അറിയാം, ഇത് സാറ് ജിം മാസ്റ്റർ അല്ലേ? സാറ് ഇപ്പം ഇവിടെ ഇല്ല, എന്തോ കൊട്ടേഷൻ എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോയെന്നാണ് അറിയാൻ വേണ്ടി പറ്റിയത്. 2 ദിവസമായിട്ട് ഇവിടെ ഇല്ല. സാറിൻ്റെ നമ്പർ ഒന്ന് തരുമോ? ആ തരാം എന്നുള്ള കാര്യം പറയുമ്പോൾ നമ്പർ മേടിക്കുകയാണ് കേട്ടോ. സാറിനെ ഞാൻ നാളെ വിളിക്കാം, അവർ വീട്ടിലെത്തിയിട്ടുണ്ടോ ഇല്ലോ എന്നുള്ള കാര്യം എന്നെ ഒന്ന് ഇൻഫോം ചെയ്യണമെന്ന് പറയുമ്പോൾ ഓക്കെ ഞാൻ അന്വേഷിച്ച് വെക്കാമെന്ന് പറയണേ. നയനെ ഇനിയിപ്പോൾ നമ്മൾ അവനെക്കുറിച്ച് വന്ന് അന്വേഷിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ചേച്ചി ഒന്നും മിണ്ടാതിരുന്നേ. സാർ ഞങ്ങൾ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണേ. അങ്ങനെ നയനെ പോയതിന് ശേഷം നവ്യ ആ കടക്കാരൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ, ആ സിംഗ് എന്ന് പറഞ്ഞിട്ടൊരാൾ അവിടെ ഇരിക്കുന്നില്ലേ, അയാൾ വന്നത് മുതൽ ഞങ്ങളെ തന്നെ പുറകെ നടക്കുകയാണ്. ചെന്നിരുന്നപ്പോൾ അതിൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ഞങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുറത്തുനിന്ന് സംസാരിച്ചപ്പോഴും അയാൾ ഞങ്ങളെ പുറകെ തന്നെ ഉണ്ടെന്ന് പറയുമ്പോൾ ഓക്കെ ഞാൻ നോക്കിക്കൊള്ളാം, മോള് ചെല്ല് എന്ന് പറഞ്ഞിട്ട് നവ്യ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് കേട്ടോ. പുറത്തിട്ട് വന്നിട്ട് നവ്യ നയനയോട് പറയുന്നുണ്ട് കേട്ടോ, ഇവിടെ നിൽക്കുന്ന റിസ്ക് ആണ്, നമ്മൾ വീട്ടിൽ അന്വേഷിക്കുന്നുണ്ടാവും, കൂടുതൽ നേരം ഇവിടെ നിൽക്കണ്ട എന്ന് പറയുമ്പോൾ ചേച്ചിനെ കൂട്ടി വന്നത് തന്നെ വലിയ അബദ്ധമായിപ്പോയല്ലോ. അവൻ്റെ വീട് എവിടെയാണെന്നുള്ള കാര്യം പറഞ്ഞില്ലേ, എവിടെയാണെന്ന് നോക്കി വെക്കുക എന്ന് പറയുമ്പോൾ അവൻ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞില്ലേ, ഇവിടെയാന്ന് വീടെന്ന് മനസ്സിലായി, പിന്നെ നമ്മളിവിടെ നിൽക്കണോ? വാ നയനെ നമുക്ക് പോവാന്ന് പറയുമ്പോൾ ശരി വാ നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് പോവാണേ. അങ്ങനെ അവർ പോകുമ്പോൾ ആദർശ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇനി ഇവർ എങ്ങോട്ടാ പോകുന്നത് എന്നുള്ള കാര്യം. അങ്ങനെ എണീറ്റ് പോകുമ്പോൾ കടക്കാരൻ പിടിച്ച് നിർത്തുകയാണ്. എങ്ങനെയുണ്ട് സിംഗ്, ശരീരമൊക്കെ സുഖമല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ നല്ല പോലെ ഇരിക്കുന്നു പറയണേ. അങ്ങനെ പോകുന്ന സിംഗിൻ്റെ അടുത്ത് എങ്ങോട്ടാ പോകുന്നത്, ഈ പെൺകുട്ടികളെ പുറകെ ഫോളോ ചെയ്യുന്നത് പറയുന്നത് സിംഗിൻ്റെ ഒരു വേലയാണോ? ഞാൻ അങ്ങനത്തെ ആളൊന്നുമല്ല, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, ഞാൻ വേറൊരു കാര്യത്തിന് വേണ്ടി വന്നതെന്നുള്ള കാര്യം പറയുമ്പോൾ ഓഹോ സിംഗിന്റെ വേഷത്തെ കെട്ടിയിട്ട് നന്നായിട്ട് മലയാളം പറയുന്നുണ്ടല്ലോ. ഞാൻ സിംഗ് ആണ്, എന്നെ വെറുതെ വിടുന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ വിടാൻ വേണ്ടി പറ്റില്ല, നിങ്ങളെ പോലീസിൽ ഏൽപ്പിക്കാതെ മറ്റൊരു വഴിയില്ല. പെണ്ണുങ്ങൾ ഫോളോ ചെയ്യലാണ് നിങ്ങളെ പണിയെന്ന് ചോദിക്കുമ്പോൾ എന്നെ അങ്ങനെ കണക്കാക്കരുത്. ഞാൻ അങ്ങനെ കണ്ട പെണ്ണുങ്ങളെയല്ല ഫോളോ ചെയ്തത്. ആ 2 പേര് ഇരുന്നതിൽ ഒരാൾ എൻ്റെ വൈഫാണ്. അതിൽ വന്ന ഒരു പെൺകുട്ടിയാണല്ലോ പറഞ്ഞത് സിംഗ് ഞങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. സത്യമാണ് സാർ ഞാൻ പറഞ്ഞത്, അതിൽ വന്നത് എൻ്റെ വൈഫാണ്. നയന എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്ന സമയത്ത് നയനയ്ക്ക് കാര്യം മനസ്സിലായല്ലോ. നയന ചിരിക്കുന്നുണ്ട്. അയ്യോ ആ സിംഗ്, നയന നിന്റെ പേര് പറയുന്നെന്ന് പറയുമ്പോൾ ചേച്ചി ഒന്നും മിണ്ടാതെ എൻ്റെ കൂടെ വാ എന്ന് പറയാണേ. അപ്പോൾ നവ്യ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അയ്യോ എൻ്റെ പേര് ആ സിംഗിന് അറിയാലോ, അതിനി നിർമ്മല ആയിരിക്കുമോ എന്ന് വിചാരിച്ച് പേടിക്കുകയാണ്. അപ്പോഴും നയന ചിരിച്ചുകൊണ്ട് എന്നെ ഫോളോ ചെയ്ത് വന്നതല്ലേ, നിങ്ങൾക്ക് അത് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് നയനയും നവ്യയും ഓട്ടോയിൽ കയറി പോവാണ് കേട്ടോ. അവർ പോയതിന് ശേഷം സ്വന്തം ഭാര്യയ്ക്ക് ഭർത്താവിനെ അടയാളം മനസ്സിലാവില്ലേ, നിങ്ങളൊക്കെ
പോലീസിൽ പിടിച്ചു കൊടുക്കണം, അപ്പോഴേ മനസ്സിലാവുള്ളൂ. ഞാൻ പറഞ്ഞത് സത്യമാണ്. അതിലൊരാൾ എൻ്റെ വൈഫാണെന്ന് പറഞ്ഞിട്ട് ഫോട്ടോ കാണിക്കുമ്പോൾ ഇത് വന്നതിലൊരു കുട്ടിയാണല്ലോ, അപ്പോൾ സാറ് എന്ന് പറയുമ്പോൾ ആ മുഖംമൂടി ഒക്കെ എടുത്ത് മാറ്റിയിട്ട് ഇത് സാറ് തന്നെയാണല്ലോ, എന്തിനാ സാറ് സ്വന്തം വൈഫിനെ ഫോളോ ചെയ്ത് വന്നത്? എല്ലാം എൻ്റെ വിധിയാണ് സാർ. ഇവിടെ വെച്ചിട്ട് നിങ്ങളെടുത്ത് ആ കാര്യം പറയാൻ വേണ്ടി പറ്റില്ല. നിങ്ങളിപ്പോൾ എന്നെ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സാർ എനിക്ക് വിശ്വാസമാണ്, സാർ പൊക്കോളൂ എന്ന് പറയുമ്പോൾ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് പോവുകയാണേ. പുറത്തിറങ്ങിയിട്ട് ആദർശ് പറയുന്നത്, ഞാനാണെന്ന് മനസ്സിലാക്കിയിട്ടും നീ നോക്കാണ്ട് പോയല്ലടി, നിന്നെ ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആദർശിനെ കാണിച്ചുകൊണ്ടാണ് മറ്റൊരു എപ്പിസോഡ്